ആളുകളുടെ മനസ്സിൽ ഈ ഒരു പേര് ഫെമിലിയർ ആയിരിക്കണം. ഓക്കെ. അങ്ങനെയാണ് നമ്മൾ. ലാലേട്ടൻ വന്ന എങ്ങനെയാണോ? അല്ല, ലാലേട്ടൻ 2017 നമ്മുടെ കംപ്ലീറ്റ് ഇൻ്റഗ്രേറ്റഡ് ഫാക്ടറി ആയതിന് ശേഷമാണ് ലാലേട്ടൻ നമ്മുടെ ഇതിലേക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ സ്ട്രാറ്റജി എന്തായിരുന്നു? ആളുകളുടെ മനസ്സിൽ ആദ്യം കൈരളി TMT വരണം എന്ന ആഗ്രഹം വന്നു. അതെ. എന്താ ചെയ്തത്? അന്ന് ഫസ്റ്റ് ചെയ്തത് വാൾ പെയിൻറ്റിംഗ് ആയിരുന്നു. ഓക്കെ. നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പം ചില കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ TMT പോയേക്കുന്ന പ്രൗഡ് മൊമെൻറ്റ് ഏതെങ്കിലും? മെട്രോയിലുണ്ട്, കൊച്ചി മെട്രോയിൽ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. കൈരളി TMT ഉണ്ട്. ഓ, അന്ന് ആ കമ്പനി ഉണ്ടാക്കുന്ന സമയത്ത് എന്നെ ഉപ്പ ഫോണിൽ വിളിക്കായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ, മോനെ നീ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ചെറുതായി എഴുതിക്കോ, കൂടുതൽ നോട്ട്ബുക്സ് വാങ്ങണ്ട, പൈസ ചെലവാക്കാതെ ഇരിക്കാനുള്ള പല ഇതും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം വന്ന് ആ കമ്പനി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. കൈരളി നിൽക്കുന്ന ഒരു പ്രദേശം നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിന്റെ ഒരു മല ഉണ്ടല്ലോ, ആ മലയുടെ ഒരു നല്ലൊരു പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം. അപ്പോൾ ഉപ്പ ആ സ്ഥലം വാങ്ങിച്ചപ്പോൾ തന്നെ അന്ന് ഇങ്ങനെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമുക്ക് കൈരളി സ്റ്റീൽ അങ്ങനെ കേരളത്തിന്റെ ഒരു കമ്പിയായിട്ട് മാറട്ടെ എന്നുള്ള ഉപ്പാന്റെ ഒരു തോട്ടായിരുന്നു കൈരളി സ്റ്റീൽസ് ആൻഡ് അലോയ്സ് പ്രൈവറ്റ്. അങ്ങനെ മാറി. അതെ. വേണമെങ്കിൽ അവിടെ ജോലി ചെയ്യാതെ പഠിക്കായിരുന്നു, പക്ഷെ വാപ്പ ജോലി ചെയ്ത് സ്വന്തം പൈസ ഉണ്ടാക്കിയോ എന്ന് പറഞ്ഞു അല്ലേ? അതെ. അതൊരു ലൈഫ് ലെസൺ ആയിരുന്നു. എൻ്റെ സുഹൃത്തുക്കളുടെ മക്കളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്, അവർക്കൊന്നും അവരുടെ വാപ്പന്മാര് കാശ് അയച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ നീ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് നീ അവിടുന്ന് കാശുണ്ടാക്കി അവിടുത്തെ ഫീസും അടച്ച് അവിടെ താമസിക്കാനുള്ള കാശ് നീ തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ജോലിക്ക് പോയത്. ഇപ്പോൾ വല്യപ്പ ഉപ്പാക്ക് ഒരു ലോഡ് കമ്പി കടമായിട്ട് കൊടുത്തു, ഉപ്പ ഹുമയൂണിന് മകന് 5 ലോഡ് കമ്പി കടമായിട്ട് തന്നു. അപ്പോൾ ഇതിങ്ങനെ ഫാമിലിയിൽ ബിസിനസ് പഠിപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ കച്ചവട രീതി പഠിപ്പിക്കാൻ. ചില ബ്രാൻഡുകൾ ചില പ്രോഡക്റ്റുകളുടെ സിനോണിമായി മാറും. TMT എന്ന് പറഞ്ഞാൽ മലയാളികൾക്ക് കൈരളി TMT ആണ്. അപ്പോൾ കൈരളി TMTയുടെ ബ്രാൻഡ് സ്റ്റോറിയാണ് ഇന്നത്തെ ബി ടോക്കിൽ നമ്മൾ കേൾക്കാൻ പോകുന്നത്. വെരി സ്പെഷ്യൽ ഗസ്റ്റ് ഉണ്ട്, പരിചയപ്പെടാം. ഹായ്, നമസ്കാരം. ഞാൻ കൈരളി സ്റ്റീൽസ് ആൻഡ് അലോയ്സ് പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്, കള്ളിയത്ത് ഗ്രൂപ്പിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ. വെൽക്കം ടു ബി ടോക്ക്. താങ്ക് യു. ഒരു എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ, യങ് എക്സിക്യൂട്ടീവ് ഡയറക്ടറുടെ ഒരു ദിവസത്തെ പരിപാടികൾ എന്തൊക്കെയായിരിക്കും? ആസ് യൂഷ്വൽ രാവിലെ നേരത്തെ എണീറ്റ് നമ്മുടെ വർക്കൗട്ട്സ് കാര്യങ്ങൾ ഇതെല്ലാം കഴിഞ്ഞിട്ട് 10 മണിയാകുമ്പോഴേക്കും ഓഫീസിലെത്തണം. വർക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ അന്നത്തെ ദിവസം എങ്ങനെയായിരിക്കും ഒന്ന് പറയുമോ? ബിസിനസ്സുകാർക്ക് പ്രചോദനമാവട്ടെ. എനിക്ക് ഒരു ദിവസം വർക്കൗട്ട് ഇപ്പം നമ്മൾ ഒട്ടുമിക്ക എല്ലാ ബിസിനസ്സുകാർക്കും ട്രാവലിങ്ങോ കാര്യങ്ങളോ എല്ലാം ഉണ്ടാവും. ഞാൻ ട്രാവലിംഗ് ഉണ്ടെങ്കിൽ കൂടെ തന്നെ ഞാൻ എപ്പോഴും എൻ്റെ ബാഗിൽ ആദ്യം എടുത്ത് വെക്കാറ് വർക്കൗട്ട് ഷൂസും അതുപോലെ തന്നെ അതിന് ആവശ്യമുള്ള ഡ്രസ്സുമാണ്. അത് ഒരു ദിവസം വർക്കൗട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്കൊരു ഡേ സ്റ്റാർട്ട് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. നമുക്ക് ഒരു പോസിറ്റീവ് അഡിക്റ്റ് ആണല്ലോ ആക്ച്വലി ഈ ഒരു വർക്കൗട്ടോ അല്ലെങ്കിൽ ഒരു ഗെയിംസോ. ഞാൻ ബാഡ്മിൻ്റൺ കളിക്കുന്ന വ്യക്തിയും കൂടിയാണ്. രാവിലെ ഞാൻ ബാഡ്മിൻ്റൺ കളിച്ച് 1 മണിക്കൂർ വർക്കൗട്ട് ചെയ്തതിൻ്റെ ശേഷമേ കച്ചവടങ്ങളിലേക്ക് കയറാറുള്ളൂ. അപ്പോഴേ നമുക്കൊരു എനർജി കിട്ടാറുള്ളൂ എന്നുള്ളതാണ് എനിക്കുള്ളൊരു ഫീലിംഗ്. എല്ലാവർക്കും അങ്ങനെ ആയിക്കൊള്ളണമെന്നില്ല, ചിലപ്പം ചില ആളുകൾ വൈകിട്ടായിരിക്കാം. എല്ലാ CEOസും എക്സിക്യൂട്ടീവ് ഡയറക്ടേഴ്സും കോഴിക്കോട് കൂടുന്ന ശീലമുണ്ടോ? കാരണം കോഴിക്കോട് കച്ചവടക്കാരുടെ നാടാണ്. നമുക്കൊരു ദ ബിസിനസ് ക്ലബ്ബ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഗ്രൂപ്പ് തന്നെയുണ്ട്. അതിലാരൊക്കെയുണ്ട്? അതിൽ നമ്മുടെ മൈജി ഷാജിക്കാണ് അതിൻ്റെ മെയിൻ പ്രസിഡന്റ്. നമ്മുടെ GTech മെഹ്റൂഫ് ഉണ്ട്, സക്കീർക്ക് ഉണ്ട്, സ്വദേശി, അങ്ങനെ ഒരുപാട് വലിയ ബിസിനസ്സുകാരും ഒരു കൂട്ടായ്മയാണത്. അവിടെ കച്ചവടങ്ങളില്ല, അവിടെ കച്ചവട സംസാരങ്ങളില്ല. അവിടെ തമാശയും പാട്ടും ഫണ്ണും ട്രിപ്സും ടൂറും പാട്ടും ഒക്കെ ആയിട്ട് ഞങ്ങൾ അങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ കൂടാറുണ്ട്. ക്രിക്കറ്റ്, സ്പോർട്സ്. ഇത് ഒരു ലൊക്കേഷനാണോ? ആഴ്ചയിൽ നിങ്ങൾ എങ്ങനെ? ആഴ്ചയിൽ കൂടല്ല, മാസങ്ങളിൽ ഒരു ദിവസം എന്തായാലും ഒരു ഫാമിലി ഗെറ്റ് ടുഗദറോ. ഇപ്പോൾ അതേ ക്രിക്കറ്റ് ടൂർണമെന്റ് കഴിഞ്ഞു, ഒരു കാർ റാലി കഴിഞ്ഞു. അങ്ങനെ ഒരു ഫണ്ണാണ് ആക്ച്വലി. അത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ കച്ചവടക്കാരുടെ ഇടയിൽ ഇത്തരത്തിലുള്ള ഒരു സംഗതി ഉണ്ടാകുന്നത് വളരെ നല്ലതാണ്. ഒരു കൂട്ടായ്മയാണ്. പരസ്പരം കച്ചവടങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ചെയ്യാം. എല്ലാവർക്കും ഒരു ഓപ്പർച്യൂണിറ്റിയും കൂടിയാണ് അത് ആക്ച്വലി.
സാധാരണ വാശിയുണ്ട് അവർ കച്ചവടക്കാർ തമ്മിൽ ഒരേ ഇതിൽ നിൽക്കുകയാണെങ്കിൽ, ഒരേ ഇൻഡസ്ട്രിയിലാണെങ്കിൽ. അങ്ങനെ ഒരേ ഇൻഡസ്ട്രിക്കാരൊക്കെ ഉണ്ട് ഇതിനകത്ത്. ഇഷ്ടംപോലെ ഒരേ ഇൻഡസ്ട്രിയിലുള്ള ആളുകളുണ്ട്, വ്യത്യസ്ത ഇൻഡസ്ട്രിയിലുള്ള ആളുകളുണ്ട്. പക്ഷെ എന്നിരുന്നാലും അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര സൗഹൃദമാണല്ലോ. ആ ഒരു സൗഹൃദം ആക്ച്വലി എല്ലാവരുടെയും പേഴ്സണൽ ബിസിനസ്സിനെ നന്നാക്കാനും എല്ലാവരും തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ശ്രമിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പറഞ്ഞ മാതിരി ഈ ഫണ്ണ് അല്ലെങ്കിൽ ഈ സ്പോർട്സ്, ഇത് നമ്മുടെ ഒരു ആ ഒരു ടെൻഷൻ നമ്മളെ ഭയങ്കരമായിട്ട് റിലീവ് ചെയ്യുന്ന ഒരു സംഗതിയും കൂടി ആയതുകൊണ്ട് നല്ലൊരു സംഗതിയാണ്. നല്ലതാണ്. 125 വർഷത്തിൽ കൂടുതൽ ലെഗസി ഉള്ളൊരു ബ്രാൻഡിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടറാണ്. അപ്പോൾ ഇത്രയും ലെഗസി ഉള്ളൊരു ബ്രാൻഡിൻ്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ എന്ന് പറയുമ്പോൾ എന്താണ് അവസ്ഥ, എന്താണ് ശരിക്കും? ആക്ച്വലി ഒരു ലെഗസി എന്ന് പറയുന്നത് അത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടാവുന്നതല്ല. എൻ്റെ ഗ്രേറ്റ് ഗ്രാൻഡ് ഫാദറാണ് ഇത് ആക്ച്വലി ഇത് തുടങ്ങുന്നത്. പക്ഷേ ഒരു ലെഗസി മാത്രമുള്ളത് കൊണ്ട് തന്നെ നമുക്ക് സസ്റ്റെയിൻ ചെയ്യുക എന്നുള്ളത് അതും ബുദ്ധിമുട്ട് തന്നെയാണ്. നമ്മൾ ഇപ്പം കൈരളി TMT എന്നുള്ളൊരു പ്രൊഡക്റ്റ് മാർക്കറ്റിൽ നമ്മൾ വിൽക്കുന്നു. ഒരു ലെഗസി മാത്രം കൊണ്ട് നമുക്ക് മാർക്കറ്റിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. ഇപ്പം തന്നെ നമുക്കറിയാം, ഒരു കഴിഞ്ഞ 2 വർഷം മുന്നേ അല്ലെങ്കിൽ 5 വർഷം മുന്നേ സ്റ്റാർട്ടപ്പായിട്ട് ചെയ്തിട്ടുള്ള ഒട്ടുമിക്ക പലരും അത് ലെഗസീനെ കൊണ്ടല്ല അവർ സക്സസ് ആയിട്ട് വരുന്നത്. അവരുടെ ഹാർഡ് വർക്കും അവരുടെ ആ ഒരു പ്രൊഡക്റ്റ് ക്വാളിറ്റീനെ കൊണ്ടാണ്. അതുപോലെ തന്നെ ഒരു ലെഗസി കൊണ്ട് മാത്രം കാര്യമില്ല. ആ ലെഗസിയുടെ കൂടെ ലെഗസി ഒരു അഡ്വാൻറ്റേജ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ ആ ഒരു എന്ത് തന്നെയാണെങ്കിലും, ഒരു പ്രൊഡക്റ്റ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു സർവീസ് ആണെങ്കിൽ, അതിൻ്റെ കൂടെ അതിൻ്റെ ആ ഒരു ക്വാളിറ്റിയും ആ ഒരു സർവീസും നമ്മൾ മാർക്കറ്റിലേക്ക് പ്രൊവൈഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒബ്വിയസ്ലി വിൽ ഹാവ് സക്സസ്. സൂപ്പർ. വീട് പണിയുമ്പോൾ നമുക്ക് കോമൺ മാൻ കണക്ഷൻ അതാണ്. കൺസ്ട്രക്ഷനിലാണ് കമ്പി വരുന്നത്. നമ്മൾ ഈ കാണുന്ന കമ്പി അല്ലെങ്കിൽ TMT ഇതെങ്ങനെയാണ് നമ്മുടെ അടുത്തേക്ക് കമ്പിയായിട്ട് എത്തുന്നത്? ബ്രീഫായിട്ട് പറഞ്ഞു തരുമോ? ഇത് എവിടെ നിന്നാണ് സാധനം വരുന്നത്? ഓക്കെ, നമ്മുടെ കമ്പനിയിൽ ഇപ്പം ഒരു 2006-07 കാലഘട്ടത്തിലൊക്കെ നമ്മൾ പിരികമ്പിയായിരുന്നു യൂസ് ചെയ്തിരുന്നത് റീഇൻഫോഴ്സ്മെന്റ്സിന് വേണ്ടിയിട്ട്. ഇങ്ങനെ അതായത് ഒരു ബാർ അങ്ങനെ പിരിച്ചിട്ട് അതിന്റെ ടെമ്പർനെസ് കൂട്ടിയിട്ട് അതാണ് നമ്മൾ റീഇൻഫോഴ്സ്മെന്റിന് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ പഴയ ബിൽഡിംഗ് ഒക്കെ പൊളിക്കുമ്പോൾ നമുക്ക് പിരികമ്പിയായിരിക്കും നമുക്ക് അതിൽ കാണാൻ പറ്റുന്നത്. ഈ TMT എന്ന് പറയുന്ന ഈ ഒരു പ്രൊഡക്റ്റ് മാർക്കറ്റിലേക്ക് വരുന്നത് ഒരു 2007-2008 കാലഘട്ടത്തിലാണ്. അപ്പോൾ ഈ TMT മാർക്കറ്റിലേക്ക് വന്നപ്പം നമ്മുടെ ഈ ഒരു മെറ്റീരിയൽ ഒട്ടുമിക്ക കമ്പനികളും ഒരു പഴയ ഒരു പിരികമ്പി ഉണ്ടാക്കുന്ന കമ്പനികളിൽ നിന്നും TMT ഉണ്ടാക്കുന്ന ഒരു മെറ്റീരിയലായിട്ടാണ് പുറത്തേക്ക് വന്നിരുന്നത്. ആക്ച്വലി കൈരളി TMT 2014 ഒരു കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ ചെയ്തു. ആ സമയത്താണ് ദ ഒറിജിനൽ TMT, അത് എൻ്റെ ഫാദറിൻ്റെ ഒരു വിഷനായിരുന്നു. നമ്മൾ കറക്റ്റായിട്ടുള്ള ഒരു TMT പ്രോസസ്സോട് കൂടിയിട്ടുള്ള ഒറിജിനൽ TMT നമ്മൾ മാർക്കറ്റിലേക്ക് സെർവ് ചെയ്യണം എന്നുള്ള രീതിയിൽ നമ്മൾ മാർക്കറ്റിലേക്ക് വരുന്നത്. അന്ന് ജയറാമേട്ടനായിരുന്നു നമ്മുടെ ബ്രാൻഡ് അംബാസഡർ ആയിട്ടുണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ ഒരു TMT പ്രോസസ്സ് എന്താണെന്നുള്ളത് ജനങ്ങളിലേക്ക് നമ്മളും എത്തിച്ചു കൊടുക്കാൻ തുടങ്ങിയത്. ഈ TMT എന്ന് പറയുന്നത് ആക്ച്വലി തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ്. അതിൻ്റെ ഫുൾ ഫോം അതാണ്. അതെ, തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ്. അത് ഒരു എഞ്ചിനീയറിംഗ് വേർഡിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ അതിന് ക്വെഞ്ചിങ് എന്ന് പറയും. തണുപ്പിക്കുന്നതാണോ ഈ ചുട്ടുപൊള്ളി നിൽക്കുന്ന സാധനത്തിന്? ചുട്ടുപൊള്ളി നിൽക്കുന്ന സാധനത്തിനെ പെട്ടെന്ന് തണുപ്പിക്കുമ്പോൾ അതിനൊരു ടെമ്പർനെസ് വരും. അതാണ് നമ്മൾ നിങ്ങൾ ഈ കമ്പിയുടെ പരസ്യത്തിലൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. 500, 550, 600 എന്നൊക്കെ പറഞ്ഞിട്ട് അത് അതിൻ്റെ ഗ്രേഡാണ് ആക്ച്വലി. ഈ എഞ്ചിനീയർ ഒരു സ്ട്രക്ചർ ഡിസൈൻ ചെയ്യുമ്പം ആ ഒരു എഞ്ചിനീയറിന് അറിയാം ഈ ഒരു പെർട്ടിക്കുലർ സ്ട്രക്ചറിന് ഏത് ഗ്രേഡ് കമ്പിയാണ് വേണ്ടത് എന്നുള്ളത്. ആ ഒരു ഗ്രേഡ് കമ്പി വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ ഗ്രേഡിൽ നമ്മൾ പ്രൊഡക്ഷൻ ചെയ്യണം. അപ്പം നമ്മൾ നേരത്തെ ചോദിച്ച ചോദ്യത്തിൻ്റെ ഒരു ഉത്തരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കമ്പനിയിൽ ഫ്രം ദ ബേസിക് റോ മെറ്റീരിയൽ നമ്മൾ യൂസ് ചെയ്യുന്നത് അയണോറും അതേപോലെ ഹെവി മെൽറ്റിംഗ് മെറ്റീരിയലും ഇതെല്ലാം യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മെൽറ്റിംഗ് നടത്തുന്നത്. ഈ മെൽറ്റിംഗ് നടന്നിട്ട് ഈ ബില്ലറ്റായി വരുമ്പോൾ
ബില്ലറ്റ് എന്ന് പറയുമ്പോൾ ബില്ലറ്റ് എന്ന് പറയുമ്പം ഒരു സ്ക്വയർ സ്ട്രക്ചറാണ്, ഒരു 100 mm സ്ക്വയർ സ്ട്രക്ചർ. ഓക്കെ. ഈ 100 mm സ്ക്വയർ സ്ട്രക്ചർ നേരെ റോളിങ്ങിലേക്ക് പോയിട്ട് അത് TMT അതിൻ്റെ തിക്നെസ് കുറച്ച് ഒരു 8 mm ആണ് പ്രൊഡക്ഷൻ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ റീഎൻഫോഴ്സ്മെൻറ്റിന് യൂസ് ചെയ്യുന്നത് 8 mm, 10 mm, 12 mm, 16 mm, 20 mm, 25 mm, 32 mm അങ്ങനെ പോകുന്നുണ്ട്. അതെ, കമ്പിയുടെ ഓരോ കനങ്ങളാണ്. അപ്പം ഈ ഒരു പ്രൊഡക്ഷനിലേക്ക് വേണ്ടിയിട്ടുള്ളൊരു മെറ്റീരിയൽ നമ്മൾ തെർമോ മെക്കാനിക്കൽ ട്രീറ്റ്മെൻറ്റ് ഒരു ബോക്സ് ഉണ്ട്, TMT ബോക്സ് എന്ന് പറയും. നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു ജർമ്മൻ ടെക്നോളജി ആയിട്ടുള്ള തെർമെക്സ് ബോക്സ് ആണ് യൂസ് ചെയ്യുന്നത്. ഈ തെർമെക്സ് ബോക്സിലേക്ക് വരുന്നതിൻ്റെ മുന്നേ നമ്മൾ അതിൻ്റെ ഒരു ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്ത്, അതിൻ്റെ എക്സിറ്റ് ടെമ്പറേച്ചർ കാൽക്കുലേറ്റ് ചെയ്ത്, അത് അവസാനം ഒരു ഓട്ടോമാറ്റിക് കൂളിംഗ് ബെഡിലേക്ക് വന്ന് വീണ് അങ്ങനെയാണ് നമ്മളൊരു TMT പ്രോസസ്സ് അത് കമ്പിയായി മാറും. TMT ബാർസ് എന്ന് പറയാം അല്ലേ? TMT ബാർസ്. അപ്പോൾ ഈ പണ്ടുണ്ടായിരുന്ന കമ്പിയിൽ നിന്ന് ഈ ടെക്നോളജി വന്നപ്പോൾ കംപ്ലീറ്റ്ലി നിങ്ങൾ ഈ ടെക്നോളജിയിലേക്ക് മാറി. അതെ, ഒട്ടുമിക്ക കമ്പനികളും ഇപ്പോഴും മാറിയിട്ടില്ല ആക്ച്വലി. അതായത് ഒരു പണ്ട് കാലത്തൊക്കെ ഈ പിരിക്കമ്പി ഉണ്ടാക്കുന്ന ഒരു കമ്പനി ഒരു സുപ്രഭാതത്തിൽ TMT ഉണ്ടാക്കി തുടങ്ങി. അത് ഒരു ആക്ച്വൽ ടെക്നോളജിയോട് കൂടിയിട്ടല്ല അവർ ആ ഒരു TMT പ്രോസസ്സ് അവിടെ ചെയ്യുന്നത്. അത് വളരെ തുച്ഛമായിട്ടുള്ള കമ്പനികളെ ഒരു ആക്ച്വൽ TMT പ്രോസസ്സിലേക്ക് ഇപ്പോഴും വന്നിട്ടുള്ളൂ. ഇപ്പോഴും ആ ഒരു ട്രാൻസ്ഫോർമേഷൻ സ്റ്റേജ് പല കമ്പനികളും അഡോപ്റ്റ് ചെയ്യാനുണ്ട്. കൈരളിയൊക്കെ ഇതിൽ വളരെ സീനിയറായി നിൽക്കുന്ന ഒരു മെറ്റീരിയൽ ആയതുകൊണ്ട് തന്നെ ആയിരിക്കാം ചിലപ്പം നമുക്ക് മാർക്കറ്റിൽ ഇത്രയും ഒരു റീച്ച് കിട്ടിയത്. ഓക്കെ. കള്ളിയത്ത് വീട്ടുപേരാണ്. കൈരളി എന്നുള്ള പേര് എങ്ങനെയാണ് വന്നത്? ഓരോ ബ്രാൻഡിൻ്റെയും പേരിൻ്റെ പുറകിലൊരു കഥയുണ്ടാവും. അതെ, അത് ഞാൻ +2 പഠിക്കുന്ന സമയത്താണ്. എൻ്റെ ഫാദർ 1980s കാലിക്കറ്റിലേക്ക് മാറുന്നത്. തിരൂരിന്ന്. അതെ, തിരൂരാണ് ഞങ്ങളുടെ തറവാട്. എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ കൂടെ ആയിരുന്നു എൻ്റെ ഫാദർ ജോലി ചെയ്തിട്ടുണ്ടായിരുന്നത്. ബിസിനസ്സിന് വേണ്ടി കോഴിക്കോട്ടേക്ക് ഷിഫ്റ്റ് ചെയ്ത ഫാമിലിയാണല്ലേ? അതെ. അന്ന് ഒരു ലോഡ് കമ്പിയുടെ കടം എൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ അടുത്ത് മേടിച്ചിട്ടാണ് എൻ്റെ ഫാദർ കോഴിക്കോട് ഒരു ട്രേഡിംഗ് ആയിട്ട് തുടങ്ങുന്നത്. അപ്പോൾ ഫാദറാണ് കോഴിക്കോട് പോകുന്നത്? ഫാദറാണ്. വലിയപ്പ പോയിട്ടില്ല? ഇല്ല. ഓക്കെ. വലിയപ്പ തിരൂർ തന്നെ ആ കച്ചവടം നടത്തിയിരുന്നു. അദ്ദേഹം മരണപ്പെട്ടു. ഇപ്പോഴും ആ കച്ചവടം തിരൂർ ഇപ്പോഴും നടക്കുന്നുണ്ട്. അതെന്തിൻ്റെ കച്ചവടമായിരുന്നു? ട്രേഡിങ്. അതൊരു റീറ്റെയിൽ ഔട്ട്ലെറ്റ്. ഓക്കെ. അവിടെ ആയിരുന്നു എൻ്റെ ഫാദർ റീറ്റെയിൽ. അന്ന് കമ്പി തൂക്കാനും കമ്പി റീറ്റെയിൽ വിൽക്കാനും എല്ലാം എൻ്റെ ഫാദർ തന്നെയൊക്കെ ആയിരുന്നു വലിയപ്പനെ സഹായിച്ചിട്ടുണ്ടായിരുന്നു. അദ്ദേഹം അവിടുന്ന് മാറി കോഴിക്കോട് പോയി സ്വന്തമായിട്ട് എൻ്റെ വലിയപ്പാൻ്റെ അടുത്ത് നിന്ന് ഒരു ലോഡ് കടം വാങ്ങിച്ച് അവിടെ പോയി ഒരു ചെറിയ റീറ്റെയിൽ മാതിരി തുടങ്ങി. അത് ഒരു ഹോൾസെയിൽ ബിസിനസ്സിലേക്ക് വന്നു. പിന്നെ അദ്ദേഹം ഒരു 1990 ആ കാലഘട്ടങ്ങളിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ട്രേഡിംഗ് നടത്തിയിരിക്കുന്ന സ്റ്റീൽ ട്രേഡിംഗ് നടത്തുന്ന ഒരു വ്യവസായിയായിട്ട് മാറി. അയൺമാൻ ഓഫ് കേരള എന്നറിയപ്പെട്ടില്ല? അതെ, ഇന്ത്യൻ എക്സ്പ്രസ് അങ്ങനെയാണ് വിശേഷിപ്പിച്ചിരുന്നത് എൻ്റെ ഫാദറിനെ കുറിച്ചിട്ട്. അത് ആ സമയത്താണ് എൻ്റെ ഫാദറിന് തോന്നിയത്, ഇത് നമ്മൾ ഇത്രയും ക്വാണ്ടിറ്റി നമ്മൾ ട്രേഡ് ചെയ്യുന്നുണ്ടല്ലോ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ട് സ്വന്തമായിട്ട് നമ്മുടെ കേരളത്തിൽ അന്ന് ഈ പ്രൊഡക്ഷൻ, പ്രത്യേകിച്ച് സ്റ്റീൽ പ്രൊഡക്ഷൻ അന്ന് ഇല്ല, കൂടുതലായിട്ടില്ല. വളരെ 1-2 കമ്പനികളെ ഉണ്ടായിരുന്നു. ഇപ്പോൾ എവിടുന്നാണ് പ്രൊഡക്ഷൻ വന്നുകൊണ്ടിരുന്നത്? തമിഴ്നാട്, കർണാടക ആ സംസ്ഥാനങ്ങളിൽ നിന്നാണ് മെറ്റീരിയൽ ഒരുപാട് പ്രൊക്യൂർ ചെയ്തിട്ടുണ്ടായിരുന്നത് കേരളത്തിലേക്കുള്ള കൺസംഷൻസിന് വേണ്ടിയിട്ട്. അപ്പം അങ്ങനെയാണ് കഞ്ചിക്കോട് ഞങ്ങൾ ചെറിയൊരു കമ്പനിയായിട്ടാണ് കൈരളി TMT അന്ന് സ്റ്റാർട്ട് ചെയ്യുന്നത്. 2000 ഡിസംബർ 31 ആദ്യത്തെ പ്രൊഡക്റ്റ് പുറത്തേക്ക് വന്നത്. 2031 ഡിസംബർ. വർഷം തീരാൻ നിൽക്കുകയാണ്. അതെ അല്ലേ? അന്ന് കമ്പനിയിലെ ഉപ്പാക്ക് ഭയങ്കര ടെൻഷനായിരുന്നു, ഇത് പ്രൊഡക്ഷൻ വരുമോ. കാരണം എനിക്കൊക്കെ എപ്പോഴും ഓർമ്മയുണ്ട്, ഞാൻ പറഞ്ഞല്ലോ +2 ഞാൻ ഹോസ്റ്റലിലാണ് പഠിച്ചിരുന്നത്. അന്ന് ആ കമ്പനി ഉണ്ടാക്കുന്ന സമയത്ത് എന്നെ ഉപ്പ ഫോണിൽ വിളിക്കായിരുന്നു. ഞാൻ ഹോസ്റ്റലിൽ പഠിക്കുമ്പോൾ, മോനെ നീ നോട്ട്ബുക്കിൽ എഴുതുമ്പോൾ ചെറുതായി എഴുതിക്കോ, കൂടുതൽ നോട്ട്ബുക്സ് വാങ്ങണ്ട, പൈസ ചെലവാക്കാതെ ഇരിക്കാനുള്ള പല ഇതും അത്രയും കഷ്ടപ്പെട്ടിട്ടാണ് അദ്ദേഹം വന്ന് ആ കമ്പനി ബിൽഡ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. അന്ന് ആ പ്രൊഡക്ഷൻ വരുമ്പം ഉപ്പാൻ്റെ ആ ഒരു മനസ്സിലുണ്ടായിരുന്നൊരു സന്തോഷം, അത് ഞാൻ ഇപ്പോഴും, അത് നമുക്ക് അന്ന് ഇപ്പോഴും അത് റിയലൈസ് ചെയ്യാൻ പറ്റും. ആക്ച്വലി ആദ്യത്തെ കമ്പി പ്രോഡക്റ്റായിട്ട് വരുമ്പോൾ ഫാക്ടറിയിൽ കൈരളിന്ന് നാടിൻ്റെ പേര് കിടക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് കേരളത്തിൽ നിന്നുള്ള കമ്പിയാണെന്ന്
അല്ല, അറിയിക്കാൻ? ആക്ച്വലി ആ ഒരു കൈരളി നിൽക്കുന്ന ഒരു പ്രദേശം നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഒരു മല ഉണ്ടല്ലോ, ആ മലയുടെ ഒരു നല്ലൊരു പച്ചപ്പ് നിറഞ്ഞൊരു സ്ഥലം. അപ്പോൾ ഉപ്പ ആ സ്ഥലം വാങ്ങിച്ചപ്പോൾ തന്നെ അന്ന് ഇങ്ങനെ മനസ്സിലൊരു ആഗ്രഹം ഉണ്ടായിരുന്നു, നമുക്ക് കൈരളി സ്റ്റീൽ അങ്ങനെ കേരളത്തിൻ്റെ ഒരു കമ്പിയായിട്ട് മാറട്ടെ എന്നുള്ള ഉപ്പാൻ്റെ ഒരു തോട്ടായിരുന്നു കൈരളി സ്റ്റീൽസ് ആൻഡ് അലോയ്സ് പ്രൈവറ്റ്. അങ്ങനെ മാറി. അതെ. അന്ന് തിരൂര് വല്യപ്പ നടത്തിയിരുന്ന കടയ്ക്ക് എന്താണ് പേര്? ഇപ്പൊ കള്ളിയത്ത് സ്റ്റീൽസ് ആയിട്ട് ഇപ്പോഴും അങ്ങനെ തന്നെ കള്ളിയത്ത് സ്റ്റീൽസ് തിരൂര് കടയുണ്ട്. ഇപ്പൊ വല്യപ്പ ഉപ്പാക്ക് ഒരു ലോഡ് കമ്പി കടമായിട്ട് കൊടുത്തു. ഉപ്പ ഹുമയൂണിന് മകന് 5 ലോഡ് കമ്പി കടമായിട്ട് തന്നു. അപ്പൊ ഇതിങ്ങനെ ഫാമിലിയിൽ ബിസിനസ് പഠിപ്പിക്കാനുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ കച്ചവട രീതി പഠിപ്പിക്കാൻ? അതെനിക്കറിയില്ല. ഞാൻ ഡിഗ്രിക്ക് പഠിക്കുമ്പോഴാണ് എന്നെ ഉപ്പ ഇൻസിസ്റ്റ് ചെയ്യായിരുന്നു ബിസിനസ്സിലേക്ക് വരണം. സ്കോട്ട്ലൻഡിൽ പഠിക്കായിരുന്നു അല്ലേ? അല്ല, ഞാൻ അന്ന് +2 കഴിഞ്ഞ ഉടനെ തന്നെ എന്നെ ഉപ്പ പറഞ്ഞു, നീ മാർക്കറ്റിലെല്ലാ ഡീലേഴ്സിനെയും പോയി കാണണം, എല്ലാ കസ്റ്റമേഴ്സിനെ പോയി കാണണം, എല്ലാവരെയും പോയി കണ്ട് പരിചയപ്പെടുക, അത്രേ ഉള്ളൂ. അല്ലാതെ എന്നോട് കമ്പി വെക്കാനും പറഞ്ഞിട്ടില്ല. എല്ലാവരെയും പക്ഷേ നീ പോയി നേരിട്ട് പോയി കാണണം. അതും എനിക്ക് വേറെ കാറോ ഡ്രൈവറോ ഒന്നും തന്നിട്ടില്ല. ഞാൻ തന്നെ എന്നോട് പറഞ്ഞു, നീ തന്നെ ബസ് കയറിപ്പോയി ഓരോ ജില്ലകളിൽ പോയി, ഇപ്പോൾ കണ്ണൂരാണെങ്കിൽ കണ്ണൂർ പോയി അവിടെ എല്ലാവരുടെയും അഡ്രസ്സ് നിനക്ക് ഞാൻ തരാം, എല്ലാവരെയും പോയി പരിചയപ്പെടുക, സംസാരിക്കുക, അവരുടെ എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ, ഒരു കസ്റ്റമർ റിലേഷൻ ഓഫീസർ എന്നുള്ള രീതിയിൽ എന്നെ പറഞ്ഞ് എല്ലാവരെയും പരിചയപ്പെട്ടതിൻ്റെ ശേഷമാണ് എന്നോട് എൻ്റെ ഫാദർ പറഞ്ഞത്, നീ ഒരു ട്രേഡിങ് നീ തന്നെ സ്റ്റാർട്ട് ചെയ്യും എന്ന് പറഞ്ഞിട്ട്. എനിക്കൊരു ചിന്തയോ അല്ലെങ്കിൽ എനിക്കൊരു അങ്ങനെ ഒരു തോന്നലോ കാര്യങ്ങളോ ഒന്നും തോന്നിയിട്ടില്ല. എൻ്റെ മനസ്സിൽ അങ്ങനെ ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ അദ്ദേഹം എന്നോട് പറഞ്ഞു, നീ എന്തായാലും ഒരു ട്രേഡിങ് തുടങ്ങ്. അങ്ങനെയാണ് ഹുമയൂൺ ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ട്രേഡിംഗ് ഫേം എന്നെക്കൊണ്ട് അതിൻ്റെ ഒരു പ്രൊപ്പറേറ്ററായിട്ട് എന്നെക്കൊണ്ടൊരു ട്രേഡിങ് ചെയ്യിപ്പിക്കണം എന്ന് അദ്ദേഹത്തിനൊരു ആഗ്രഹം വന്നത്. അങ്ങനെ എനിക്കൊരു 5 ലോഡ് കമ്പി അദ്ദേഹം കടം തന്നു. അങ്ങനെ ആ ഒരു 5 ലോഡ് കമ്പിയിൽ ഞാൻ ഡിഗ്രി ഫസ്റ്റ് ഇയർ പഠിക്കുമ്പോൾ തന്നെ ട്രേഡിങ് സ്റ്റാർട്ട് ചെയ്തു. അന്നത്തെ അതിൻ്റെ വാല്യൂ എത്രയായിരിക്കും 5 ലോഡ് കമ്പിയുടെ? അന്നൊരു 5 ലോഡിന് ഏകദേശം ഒരു 10 ലക്ഷം രൂപ. ഓക്കെ, അതിലാണ് സ്റ്റാർട്ടിങ് ഹുമയൂൺ ട്രേഡിംഗ്. അതെ, ഹുമയൂൺ ആൻഡ് അസോസിയേറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു 10 ലക്ഷം രൂപയുടെ ഒരു സ്റ്റോക്ക് എനിക്ക് തിരിച്ചു കൊടുക്കണമായിരുന്നു അപ്പാക്കില്ല, കടമായിട്ടാണ്. പക്ഷേ അദ്ദേഹം ആ ഒരു 5 ലോഡ് പോയാൽ പോകട്ടെ എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് തന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കണം. പക്ഷേ എന്നെക്കൊണ്ട് തിരിച്ചു കൊടുക്കാൻ പറ്റി. സൂപ്പർ. തിരിച്ചു കൊടുക്കാൻ മാത്രമല്ല, ഞാൻ കേട്ടു അത് 100 crore റവന്യൂലേക്ക് ഹുമയൂൺ അസോസിയേറ്റ്സിനെ കൊണ്ടുപോയി കേട്ടല്ലേ, ടേൺ ഓവറിലേക്ക്. ഓക്കെ, അതൊരു വിത്തിൻ 3 years എനിക്കതൊരു 100 crore ടേൺ ഓവർ അച്ചീവ് ചെയ്യാൻ പറ്റി. അത് വേറെ ഒന്നും കൊണ്ടല്ല, എനിക്ക് കൂടുതൽ കച്ചവടങ്ങൾ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹമുണ്ടായിരുന്നു. അപ്പം മാർജിൻ കുറച്ച് ഏറ്റവും കൂടുതൽ വോളിയങ്ങൾ ചെയ്യുക എന്നുള്ള, അതായത് നമ്മുടെ ബിസിനസ് ഏറ്റവും കൂടുതൽ വോളിയം ചെയ്യുക, ക്രെഡിറ്റ് കുറച്ച് കൊടുക്കുക, ആ ഒരു ഉദ്ദേശത്തോട് കൂടിയിട്ട് നല്ല ആത്മാർത്ഥമായിട്ട് പണിയെടുത്ത് മാർക്കറ്റിലേക്ക് ഇറങ്ങി നന്നായിട്ട് ചെയ്തിട്ടാണ് ആ ഒരു അച്ചീവ്മെന്റ് നമുക്ക് വിത്തിൻ 3 years നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. വാപ്പാന്റെ കടവും വീട്ടി 100 crore ടേൺ ഓവറിലേക്ക് എത്തിച്ചു ഹുമയൂൺ അസോസിയേറ്റ്സിന്. അപ്പോൾ ഈ ട്രേഡ് ചെയ്യാന്ന് പറയുമ്പോൾ അന്ന് കൈരളി ടീം ടി ഉണ്ടോ? അത് കള്ളിയത്ത് ടീം ടി? അന്ന് നമുക്ക് ഈ ഒരു ബ്രാൻഡ് നെയിം ഇല്ല. നമ്മൾ ബ്രാൻഡ് നെയിം ഈ പറയുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് എനിക്കൊന്ന് 2003-2004 ആ ടൈമിലാണ്. ഓക്കെ, കൈരളി TMT മാർക്കറ്റിലേക്ക് വരുന്നത് 2007-2008 ആ ടൈമിലാണ് ആക്ച്വലി. ഓക്കെ, ഇന്നിപ്പോൾ എത്ര വലിയ ഇൻഡസ്ട്രിയാണ് ഈ TMT ഇൻഡസ്ട്രി എന്ന് പറഞ്ഞാൽ? കമ്പി ഇൻഡസ്ട്രി, സ്റ്റീൽ ഇൻഡസ്ട്രി എന്ന് ഞാൻ പറയുന്നില്ല, അതൊന്നും കൂടി വൈഡ് ആവും ചിലപ്പോൾ. ഓക്കെ, TMT ബാർ ഇൻഡസ്ട്രി എത്ര വലിയ ഇൻഡസ്ട്രിയാണ്? ഇപ്പം കേരളത്തിൽ ഒരു പെർട്ടിക്കുലർലി കേരളം മാത്രം എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ന് കേരളത്തിന് ഫോർ എക്സാമ്പിൾ ഏകദേശം പെർ ക്യാപിറ്റ എന്ന് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 1 ലക്ഷം ടണ്ണോളം, 1,10,000, 1,20,000 ടണ്ണോളം ഒരു മാസം ഇവിടെ കമ്പി വിറ്റ് പോകുന്നുണ്ട്. മൊത്തം ഇൻഡസ്ട്രിയിൽ കേരളത്തിൽ മാത്രം. അതായത് ഞാൻ പറഞ്ഞ അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന ഞാൻ TMTയുടെ മാത്രം കാര്യമാണ് പറയുന്നത് കേട്ടോ. 1 ലക്ഷം ടണ്ണോളം നമ്മുടെ കേരളത്തിൽ വിറ്റ് പോകുന്നുണ്ട്. ഈ 1 ലക്ഷം ടണ്ണിൽ ഏകദേശം കൈരളിയുടെ ഒരു മാർക്കറ്റ് ഷെയർ എന്ന് പറയുന്നത്
യു ക്യാൻ സേ അബൌട്ട് 25%. ഓക്കെ, മാർക്കറ്റ് ഷെയറിന് 25%. മാർക്കറ്റ് ഷെയറിൻ്റെ ഒരു 25% കൈരളി ഈസ് ഹാവിങ്. അന്യ സംസ്ഥാനങ്ങളിൽ നിന്ന് വരുന്ന മെറ്റീരിയലുകളാണ് ഒരു 50% ഓഫ് ദ മെറ്റീരിയൽ. റെസ്റ്റ് ഒരു 25% വിത്തിൻ കേരള ദ അതർ പ്രൊഡ്യൂസേഴ്സ് ആർ ഷെയറിങ് ഈച്ച് അതർ. ഓക്കെ, ഒരു ജസ്റ്റ് ഒരു സിനാറിയോ ഞാൻ ഇത് ഒന്ന് പറഞ്ഞെന്നുള്ളൂ. ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ വേൾഡിലെ ഹയസ്റ്റ് നമ്മളാണോ? അല്ല, സെക്കൻഡ് ഹയസ്റ്റ് ഇന്ത്യയാണ്. ഫസ്റ്റ് ആരാ? ഐ തിങ്ക് ഇറ്റ് ഈസ് ചൈന. ഓക്കെ, കൈരളി TMT പുറത്തേക്കും പോകുന്നുണ്ടെന്നുണ്ട്. ശ്രീലങ്ക ഗവൺമെന്റിന്റെ ഓർഡറിനെ പറ്റി ഞാൻ വായിച്ചിട്ടുണ്ട്. വി ഗോട്ട് എൻ ഓപ്പർച്യൂണിറ്റി ടു സെർവ് ദ ഓസ്ട്രേലിയൻ ഗവൺമെന്റ് ഓൾസോ. ഓ, നമ്മുടെ കമ്പനിയാണ് അവിടെ പോകുന്നത്. നമ്മുടെ കമ്പനി അവിടെ പോകുന്നുണ്ട്. ഇപ്പം മെൽബണിലേക്കുള്ള അടുത്ത ഷിപ്മെന്റ് നെക്സ്റ്റ് വീക്കിലാണ്. അതുപോലെ തന്നെ കുറച്ച് ആഫ്രിക്കൻ കൺട്രീസിലേക്കും നമ്മുടെ മെറ്റീരിയൽ പോകുന്നുണ്ട്, ടു ദ നെയ്ബറിങ് കൺട്രീസ്. പിന്നെ മ്യാൻമാർ, മഡഗാസ്കർ. അപ്പോൾ അവിടെയൊക്കെ കൺസ്ട്രക്ഷൻ നടക്കുന്നത് നമ്മുടെ TMT ബാർ ഉപയോഗിച്ചിട്ടായിരിക്കും? മൊത്തമായിട്ടല്ല, ചെറിയ ചെറിയ ക്വാണ്ടിറ്റി. നമുക്ക് അവിടെ നിന്നും ഓർഡറുകൾ വരാറുണ്ട്. വി കുഡ് പ്രൊവൈഡ് ഗുഡ്. അത് വെറുതെ അല്ല, നമ്മുടെ ഈ ഒരു കൺട്രീസിലേക്ക് കൊടുക്കുമ്പം അതാത് കൺട്രിക്ക്, ഇപ്പം ഓസ്ട്രേലിയ, ഇപ്പം മെൽബൺ ഞാൻ പറഞ്ഞല്ലോ, മെൽബണിൽ നമ്മുടെ ഇവിടുത്തെ ഒരു BIS സ്റ്റാൻഡേർഡ് പ്രകാരം 550D എന്ന് പറയുന്നത്, ഇപ്പോൾ ഓസ്ട്രേലിയയിൽ അവരുടെ നാഷണൽ സ്റ്റാൻഡേർഡിൽ 500N എന്നാണ് പറയുന്നത്. ഓ, ഈ 550D എന്താ ശരിക്കും? അപ്പോൾ 550D എന്ന് പറയുന്നത്, നമ്മൾ 550 എന്ന് പറയുന്നത് അതിൻ്റെ സ്ട്രെങ്ത്, ഈൽഡ് സ്ട്രെങ്ത് ആണ്. ഓക്കെ. ഈ D എന്ന് പറയുന്നത് ഇതിൻ്റെ കെമിസ്ട്രിയാണ്. ഈ D എന്ന് പറയുന്നത്, അതായത് അതിൽ കാർബൺ 0.23 മുകളിൽ പോകാൻ പാടില്ല, 0.18 താഴെ വരാൻ പാടില്ല. ഓ, കണക്കാണ് ഇതൊക്കെ. അതിൻ്റെ കെമിസ്ട്രിയാണ് ആക്ച്വലി. ഇതിൻ്റെ ഇമ്പ്യൂരിറ്റീസ് ആണ് ഫോസ്ഫറസ്, സൾഫറസ്. ഓക്കെ, സൾഫർ, ഫോസ്ഫറസും സൾഫറും ഇതിലൊരു ഇമ്പ്യൂരിറ്റിയാണ്. അത് 0.045 മുകളിൽ പോകാൻ പാടില്ല. സൾഫറും 0.045 മുകളിൽ പോകാൻ പാടില്ല. മാംഗനീസ് 0.6 താഴെ വരാൻ പാടില്ല. ഇങ്ങനെ ഒരു കെമിസ്ട്രിയാണ്. കെമിസ്ട്രി പഠിച്ചുകൊണ്ട് ഉപകാരപ്പെട്ടല്ലേ? അപ്പം നമ്മുടെ കമ്പനിയിലുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ, ഫ്രം ദ ബേസിക് റോ മെറ്റീരിയൽ വി ആർ പ്രൊഡ്യൂസിങ് ദ മെറ്റീരിയൽ. അപ്പം നമ്മൾ ഫ്രം ദ മെൽറ്റിംഗ് നമ്മുടെ ബേസിക് റോ മെറ്റീരിയൽ അപ്പം ഇതിൻ്റെ കെമിസ്ട്രി വി ക്യാൻ കൺട്രോൾ ഇൻ അവർ ലാബ്. ഓക്കെ. നേരെ മറിച്ച് നിങ്ങൾ നേരത്തെ ചോദിച്ചല്ലോ, ബാക്കിയുള്ള TMT നമ്മളും തമ്മിലുള്ള ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ബാക്കിയുള്ള TMTകളൊക്കെ ദേ ആർ പ്രൊക്യൂറിങ് ദെയർ മെറ്റീരിയൽ ഫ്രം ഔട്ട്സൈഡ്. ഓക്കെ, നമ്മൾ ഇവിടെ തന്നെ മാനുഫാക്ചർ ചെയ്യാണ്. നമ്മുടെ കമ്പനിയിലാണ് ഫ്രം ദ ബേസിക് റോ മെറ്റീരിയൽ. ഓക്കെ. ബാക്കിയുള്ളവർ ഇവരുടെ റോ മെറ്റീരിയൽ ഇവർ മേടിക്കുന്നത് പുറമേയുള്ള റോ മെറ്റീരിയൽ അവർ മേടിക്കുകയാണ്. അപ്പം അവർ കൊടുക്കുന്ന റോ മെറ്റീരിയലിൻ്റെ ക്വാളിറ്റിയിൽ അവർ തൃപ്തിപ്പെടാൻ നിർബന്ധിതരാണ്. അതിൽ കാർബൺ എത്ര ഉണ്ടായിക്കൊള്ളണം എന്ന് ഇവർക്ക് അറിയില്ല. ഫോസ്ഫറസും സൾഫറും ഒന്നും ഇവർക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. അവരെന്ത് കൊടുക്കുന്നുവോ അതിൽ അവരത് പ്രൊഡക്ഷൻ ചെയ്തിരിക്കണം. സോ അവിടെ ഒരു കൺസിസ്റ്റൻസി വരുന്നില്ല. നമ്മുടെ ഒരു അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഈ ഒരു ഫ്രം ദ ബിഗിനിങ് വി ആർ ഗിവിങ് ദ റോ മെറ്റീരിയൽ. അപ്പം നമുക്ക് ഈ ഒരു ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ എപ്പോഴും ഒരു കൺസിസ്റ്റൻസി ഉണ്ടായിരിക്കും. വി ക്യാൻ ഡിസൈഡ് അവർ കെമിസ്ട്രി. സൂപ്പർ. കമ്പി എന്ന് പറയുന്ന ഈ പ്രൊഡക്റ്റിലേക്ക് വല്യപ്പ തന്നെയാണ് എത്തിയത്? കമ്പി വല്യപ്പ ഹാർഡ്വെയർസ് ഉണ്ടായിരുന്നു. ഓക്കെ. പിന്നെ അന്ന് എൻ്റെ വല്യപ്പൊക്കെ കച്ചവടം ചെയ്യുന്ന സമയത്ത് പിരികമ്പി പോലും ഉണ്ടായിരുന്നില്ല. അന്ന് പ്ലെയിൻ കമ്പികളൊക്കെ ആയിരുന്നു ഉണ്ടായിരുന്നത്. 10 പ്ലെയിന് 12 പ്ലെയിന് എന്നൊക്കെ പറഞ്ഞിട്ട്. ഈ വല്യപ്പ ഈ തമിഴ്നാട്ടിൽ നിന്നും കർണാടക അവിടെ നിന്നുള്ള കമ്പനികളിൽ നിന്നൊക്കെ മെറ്റീരിയൽ മേടിച്ച് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് ഇവിടെ റീറ്റെയിൽ വിൽക്കുന്ന ഒരവസ്ഥ ഉണ്ട്. അങ്ങനെ ആയിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ മെല്ലെ മെല്ലെ ഈ കള്ളിയത്ത് സ്റ്റീൽസ് എന്ന് പറയുന്ന ഈ ഒരു ഫേം ഒരു ഫേമസ് ആയി വന്നു. ഒരുപാട് കസ്റ്റമേഴ്സായി, കേരളത്തിലുടനീളം കസ്റ്റമേഴ്സായി. എൻ്റെ ഫാദറിൻ്റെ ബ്രദേഴ്സും ഒക്കെ വന്ന് അവരും തന്നെ ഒരുപാട് ഹാർഡ് വർക്ക് ചെയ്തിട്ട് അതിൻ്റെ ടേൺ ഓവർ കൂടി തുടങ്ങി. പിന്നെ എൻ്റെ ഫാദർ കാലിക്കറ്റിലേക്ക് മാറി. അങ്ങനെ ഒരു ഓവർനൈറ്റ് സംഭവിച്ചതല്ല, വർഷങ്ങളെടുത്ത് വളർന്നു വന്നിട്ടുള്ള ഒരു
സംരംഭമാണ് ബിസിനസ്. അതെ സ്കോട്ട്ലൻഡിൽ പഠിക്കാൻ പോയി, അതെ. ഇന്റർനാഷണൽ ബിസിനസ് പഠിക്കാൻ പോയി. നമ്മൾ ബിസിനസ് പഠിച്ചിട്ട് ബിസിനസ്സിലേക്ക് ഇറങ്ങണോ? എന്താണ് അഭിപ്രായം? ഞാൻ സത്യം പറഞ്ഞാൽ സ്കോട്ട്ലാൻഡിൽ പോയിട്ട് നമ്മുടെ ബിസിനസ്സിന് തിയററ്റിക്കലി ബിസിനസ്സിന് സഹായിക്കുന്ന കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ടോ എന്നുള്ളത് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ എന്നിരുന്നാലും എനിക്ക് അവിടുന്ന് കിട്ടിയിട്ടുള്ളൊരു പ്രാക്ടിക്കൽ നോളജ്, ഞാൻ അവിടെ പോയപ്പം ഞാൻ അവിടെ ഒരു സ്പേസ് കിച്ചണിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഷെൽ എന്ന് പറയുന്ന കമ്പനിയിൽ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ സ്പേസ് കിച്ചണിൽ വർക്ക് ചെയ്യുമ്പം ഞാൻ അവിടെ മാർക്കറ്റിങ്ങിലാണ് ഞാൻ വർക്ക് ചെയ്തത്. ഞാൻ ഡോർ ടു ഡോർ മാർക്കറ്റിങ്ങിന് പോയിട്ടുണ്ട്. ഓരോ വീടുകളിൽ കയറി ഇറങ്ങി. എനിക്ക് ആദ്യം കിട്ടിയ ജോബ്, ഞാൻ സ്കോട്ട്ലാൻഡിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് ആദ്യം കിട്ടിയിരുന്ന ജോബ് അടുക്കള വെക്കുന്ന പണിയാണ്. ഓരോ കൗണ്ടിയിൽ പോവും നമ്മൾ, ഒരു ടീം ലീഡറുടെ കൂടെ ഓരോ കൗണ്ടിയിൽ പോവും. ആ കൗണ്ടിയിൽ പോയി അവിടെ ഒരു 10-30 വീടുകളുണ്ടാവും. ഓരോ വീട്ടിൽ ചെന്നിട്ട് ഡോർ ബെല്ലടിക്കും. ചില ആൾക്കാർ നമ്മളെ പറഞ്ഞയക്കും, നോട്ട് ഇൻട്രസ്റ്റഡ് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞയക്കും. ചില ആൾക്കാർ സംസാരിക്കാൻ റെഡി ആയിരിക്കും. സംസാരിക്കാൻ റെഡി ആയിരിക്കുന്ന ആളോട് നമ്മൾ, സർ ഹൗ ഓൾഡ് ഈസ് യുവർ കിച്ചൺ? ആദ്യത്തെ ചോദ്യം അതാണ്. ഞാനിങ്ങനെ ഇവിടുത്തെ ഐ എം എ സ്റ്റുഡൻറ്റ് സെല്ലിങ് കിച്ചൺ ഹിയർ, ഐ എം ഫ്രം സ്പേസ് കിച്ചൺ, മൈ നെയിം ഈസ് ഹുമയൂൺ, ഐ എം എ സ്റ്റുഡൻറ്റ് ഫ്രം ഇന്ത്യ എന്നൊക്കെ പറഞ്ഞ് ആദ്യം സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്തതിൻ്റെ ശേഷം, അപ്പം ഹൗ ഓൾഡ് ഈസ് യുവർ കിച്ചൺ? ആ കിച്ചൺ 5 വർഷം കൂടുതൽ പ്രായമുണ്ട് എന്നുണ്ടെങ്കിൽ അവിടെ എനിക്കൊരു സെല്ലിങ് ഓപ്പർച്യൂണിറ്റി ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കിയതിൻ്റെ ശേഷം അദ്ദേഹത്തിന് എങ്ങനെയെങ്കിലും ആ കിച്ചൺ വിൽക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തിലാണ് ഞാൻ സംസാരിക്കുന്നത്. അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. അത് ആ ഒരു കിച്ചൺ സെയിലായാൽ എനിക്ക് ഇൻസെൻറ്റീവ് ഉണ്ട്, എനിക്ക് ടാർഗറ്റ് എത്താൻ, അങ്ങനെ നമുക്ക് പല പല ടാർഗറ്റ്സ് അന്നേ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ എനിക്ക് പിൽക്കാലത്ത് നമ്മുടെ ഈ സമയത്ത് എനിക്ക് നമ്മുടെ ടീം മെമ്പേഴ്സിന് അതൊക്കെ എനിക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അതൊക്കെ വലിയൊരു എക്സ്പീരിയൻസ് ആണ് ആക്ച്വലി. അപ്പോൾ വേണമെങ്കിൽ അവിടെ ജോലി ചെയ്യാതെ പഠിക്കായിരുന്നു, പക്ഷെ വാപ്പ ജോലി ചെയ്ത് സ്വന്തം പൈസ ഉണ്ടാക്കിയോ എന്ന് പറഞ്ഞു അല്ലേ? അതെ, അതൊരു ലൈഫ് ലെസൺ ആയിരുന്നു. ഞാൻ ഇവിടുന്ന് അങ്ങോട്ടേക്ക് പോയപ്പം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നത് ഫാദർ എനിക്ക് പൈസ തരും, മാസം മാസം അവിടെ താമസിക്കാനും ജീവിക്കാനും ഭക്ഷണത്തിനുള്ള പൈസയൊക്കെ അയച്ചു തരും എന്നാണ് വിചാരിച്ചിരുന്നത്. സ്വാഭാവികമായിട്ട് തരണമല്ലോ അല്ലേ? അതെ. പക്ഷെ നീ അങ്ങോട്ടേക്ക് പോയതല്ലേ, ഈ മാസം കൂടി ഞാൻ കാശ് അയച്ചു തരും, അടുത്ത മാസം മുതൽ നീ ജോലി കണ്ടെത്തിയിട്ട്, എൻ്റെ സുഹൃത്തുക്കളുടെ മക്കളൊക്കെ അവിടെ പഠിക്കുന്നുണ്ട്, അവർക്കൊന്നും അവരുടെ വാപ്പന്മാർ കാശ് അയച്ചു കൊടുക്കുന്നില്ല, അങ്ങനെ നീ എന്തെങ്കിലും ജോലി ചെയ്തിട്ട് നീ അവിടുന്ന് കാശുണ്ടാക്കി അവിടുത്തെ ഫീസും അടച്ച് അവിടെ താമസിക്കാനുള്ള കാശ് നീ തന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ ജോലിക്ക് പോയത്. അങ്ങനെ വാപ്പ പറഞ്ഞപ്പോൾ അന്ന് എന്താ തോന്നി? ആദ്യം വിഷമമൊക്കെ തോന്നി, എന്താണ് ഉപ്പ അങ്ങനെയൊക്കെ പറയണത്, ഞാൻ പഠിക്കാൻ വന്നതല്ലേ എന്നുള്ളതൊക്കെ തോന്നി. പക്ഷേ പിന്നെ ഒരു വാശിയാണോ എന്താന്നുള്ളത് എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ജോലി കിട്ടിയപ്പം എനിക്ക് അതിൽ ഞാൻ സാറ്റിസ്ഫൈഡ് ആയിരുന്നു. പിന്നെ എനിക്ക് ചോദിക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. ഇപ്പോൾ ഇന്റർനാഷണൽ ബിസിനസ്സിൽ സ്കോട്ട്ലൻഡിൽ നിന്ന് പഠിച്ച ബിസിനസ് സ്ട്രാറ്റജീസൊക്കെ ആയിട്ട് നാട്ടിലേക്ക് വന്ന് ബിസിനസ്സിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞപ്പം നമ്മുടെ സ്ട്രാറ്റജീസും വാപ്പ എക്സ്പീരിയൻസ് കൊണ്ട് ഉണ്ടാക്കിയെടുത്ത സ്ട്രാറ്റജീസും തമ്മിൽ എപ്പോഴെങ്കിലും ക്ലാഷ് വരുമോ? ഈ ഒരു ഫാമിലി ബിസിനസ് ആണെങ്കിലും അല്ലെങ്കിൽ ഒരു ജനറേഷൻ വ്യത്യാസമുണ്ടല്ലോ, അതെപ്പോഴും ഒരു ക്ലാഷ് ഉണ്ടാവും. അതെങ്ങനെ ഹാൻഡിൽ ചെയ്യും? അത് 2 രീതിയിൽ നമുക്ക് ഹാൻഡിൽ ചെയ്യാം. ഞാൻ ഈ പരസ്യം തുടങ്ങുന്നതിൻ്റെ മുന്നേ തന്നെ ഞാൻ വന്നപ്പം ഫാദറിനോട് ഞാൻ ചോദിച്ചു, ഇങ്ങനെ നമ്മൾ കൈരളി TMT നമ്മൾ ഇത് ഇങ്ങനെ വിൽക്കുന്നുണ്ട്, മെറ്റീരിയൽ പോകുന്നുണ്ട്, പക്ഷേ നമ്മൾ വി ആർ നോട്ട് സ്റ്റാൻഡിങ് ഔട്ട്. നമുക്കൊരു പ്രത്യേകത ഒന്നുമില്ല. പഠിച്ച് സ്കോട്ട്ലൻഡിൽ പഠിച്ച ആശയങ്ങളായിട്ട് വരികയാണ് അല്ലേ? അങ്ങനെയാണ് അദ്ദേഹം വിചാരിച്ചിരുന്നത്. പക്ഷെ എനിക്കത് സ്കോട്ട്ലാൻഡിൽ നിന്ന് കിട്ടിയതൊന്നാണെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ ഉണ്ടായിട്ടുള്ള ഓരോ ചിന്തകളായിരിക്കും. അതായത് നമ്മളൊന്നും ഒരു വ്യത്യസ്തമായിട്ട് മാർക്കറ്റിലേക്ക് നിൽക്കണം. അത് ക്വാളിറ്റിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, മാർക്കറ്റിങ്ങിൻ്റെ കാര്യത്തിലാണെങ്കിലും ശരി, നമ്മുടെ പേര് ആദ്യം വരണം. ഒരാൾ ഒരു മെറ്റീരിയൽ മാർക്കറ്റിൽ ചോദിക്കാൻ പോകുമ്പോൾ അത് ആദ്യം കൈരളി TMT ആയിരിക്കണം എന്നുള്ള ഒരു ആഗ്രഹം എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. അതിന് നമുക്ക് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകളുടെ മനസ്സിൽ ഈ ഒരു പേര് ഫെമിലിയർ ആയിരിക്കണം. അങ്ങനെയാണ് നമ്മൾ. ലാലേട്ടൻ വന്ന എങ്ങനെയാണോ? അല്ല, ലാലേട്ടൻ 2017 നമ്മുടെ
കംപ്ലീറ്റ് ഇൻ്റഗ്രേറ്റഡ് ഫാക്ടറി ആയതിനു ശേഷമാണ് ലാലേട്ടൻ ഓക്കെ നമ്മുടെ ഇതിലേക്ക് വരുന്നത്. ഓക്കെ. അപ്പോൾ ഈ സ്ട്രാറ്റജി എന്തായിരുന്നു? ആളുകളുടെ മനസ്സിൽ ആദ്യം കൈരളി TMT വരണം എന്ന ആഗ്രഹം വന്നു. അതെ. എന്താ ചെയ്തത്? അന്ന് ഫസ്റ്റ് ചെയ്തത് വാൾ പെയിന്റിംഗ് ആയിരുന്നു. ഓക്കെ. നമ്മുടെ കേരളത്തിൽ മറ്റേ ഒരു എഞ്ചിനീയറുടെ തൊപ്പിയൊക്കെ വെച്ചിട്ട് കമ്പി പിടിച്ചിരിക്കുന്ന അതാണ്. അതെ, ഒരു തരുണി എന്ന് പറഞ്ഞിട്ടുള്ള പഴയൊരു നമ്മുടെ വെള്ളി നക്ഷത്രമോ വെള്ളിത്തിര എന്ന് പറഞ്ഞിട്ടൊരു പഴയൊരു പൃഥ്വിരാജിന്റെ ഒക്കെ ഒരു മൂവി ഉണ്ടായിരുന്നു. അതിൽ അഭിനയിച്ചൊരു ചെറിയൊരു മോളുണ്ടായിരുന്നു. ഓക്കെ. ഒരു ഹെലികോപ്റ്റർ ആക്സിഡന്റിൽ മരണപ്പെട്ട ഒരു കുട്ടി. ആ മോളും പിന്നെ ഒരു ലക്ഷ്മി രത്തൻ എന്ന് പറഞ്ഞിട്ടുള്ള പഴയ ഒരു ആക്ടറും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരായിരുന്നു നമ്മുടെ ഒരു മോഡൽസ്. അവരെ വെച്ചിട്ട് നമ്മൾ കൈരളി TMTയുടെ പരസ്യം തുടങ്ങി. എങ്ങനെ വാൾ പെയിൻറ്റിങ് കേരളത്തിൽ, പ്രത്യേകിച്ച് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം വാൾ പെയിൻറ്റിങ്, അങ്ങനെ ആളുകളുടെ മനസ്സിൽ കൈരളി TMT ഒരു ഫെമിലിയറായി വന്നു. എൻക്വയറി കൂടി. ഈ എൻക്വയറി കൂടി കഴിഞ്ഞപ്പോഴാണ് എൻ്റെ ഫാദറിനൊരു ചിന്ത വന്നത്. അതായത് ബാക്കിയുള്ള എല്ലാ TMTകളും കൊടുക്കുന്നത് പോലെ തന്നെ ഒരു കോമൺ ആയിട്ടുള്ള ഒരു TMT തന്നെ ആയിരുന്നു കൈരളി TMT. അതിൽ നിന്നൊരു ആളുകൾ ചോദിച്ചു വരുന്നുണ്ടല്ലോ. അപ്പം ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഇനിയൊരു കോംപ്രമൈസ് വേണ്ട എന്നുള്ളൊരു ഉദ്ദേശത്തിലാണ് ഞങ്ങൾ 2014 കംപ്ലീറ്റ് ട്രാൻസ്ഫോർമേഷൻ നടത്തിയത്. നമ്മൾ പഴയ ഫാക്ടറി അങ്ങനെ തന്നെ നമ്മളത് കംപ്ലീറ്റ് സ്ക്രാപ്പ് ചെയ്തതിൻ്റെ ശേഷം പുതിയ ടെക്നോളജി യൂസ് ചെയ്തിട്ടുള്ള എങ്ങനെയാണോ ഒരു TMT കറക്റ്റായിട്ട് പ്രൊഡ്യൂസ് ചെയ്യേണ്ടത് ആ രീതിയിൽ നമ്മൾ പ്രൊഡക്ഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അങ്ങനെ 2017-18 കാലഘട്ടത്തിലാണ് നമ്മൾ ടോട്ടൽ ഇൻ്റഗ്രേറ്റഡ് പ്ലാന്റ്, അത് ഫ്രം ദ റോ മെറ്റീരിയൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രം ദ റോ മെറ്റീരിയൽ ടോട്ടൽ ഇൻ്റഗ്രേറ്റഡ് ഗ്രീൻ പ്ലാന്റ്. ഗ്രീൻ പ്ലാന്റ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ഡോണ്ട് ഹാവ് എനി പൊല്യൂഷൻ. സാധാരണ ഒരു സ്റ്റീൽ ഫാക്ടറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് റെഡ് കാറ്റഗറിയിൽ വരുന്ന ഒരു പ്രൊഡക്റ്റാണ്. ബിക്കോസ് ഈ സെക്കൻഡറി പ്രൊഡ്യൂസേഴ്സ് എല്ലാവരും ഈ TMT ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഹീറ്റ് ചെയ്യാനും വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് ഒന്നെങ്കിൽ കോളോ അല്ലെങ്കിൽ ഫർണസ് ഓയിലോ ആയിരിക്കും. അതിലൊരുപാട് കാർബൺ എമിഷൻസ് കാര്യങ്ങൾ ഇതെല്ലാം ഉണ്ട്. നമ്മുടെ ഫാക്ടറിയിൽ 0 കാർബൺ എമിഷനാണ്. ഗ്രീൻ എങ്ങനെ ആക്കി? അതായത് നമ്മൾ എന്തായാലും എമിഷൻസ് ഉണ്ടാവും. നമ്മൾ ഈ എമിഷൻസ് കംപ്ലീറ്റ് നമ്മളൊരു ഡസ്റ്റ് കളക്ടറിൽ കളക്ട് ചെയ്തിട്ട് അത് നമ്മുടെ ഈ പുകക്കുഴലുണ്ടാകുന്ന, ഞാൻ വളരെ സിമ്പിളായിട്ട് പറയുകയാണ്, നമ്മുടെ ഈ പുകക്കുഴലുണ്ടാവും. ഈ പുകക്കുഴലിൽ നിന്ന് പുറത്തേക്ക് എല്ലാവരും ഫ്യൂംസ് അന്തരീക്ഷത്തിലേക്ക് വിടുകയാണല്ലോ ചെയ്യുന്നത്. അങ്ങനെയാണല്ലോ പൊല്യൂഷൻ ഉണ്ടാകുന്നത്. ഈ പുറമേക്ക് നമ്മൾ ഈ ഫ്യൂംസ് വിടുന്നില്ല. വി ആർ കളക്ടിങ് ഇറ്റ്. നമ്മളത് വാട്ടർ സ്പ്രിങ്ക്ലറും ഇതൊക്കെ വെച്ചിട്ട് കളക്ട് ചെയ്തിട്ട് നമ്മളൊരു ബാഗിൽ കളക്ട് ചെയ്ത് വെക്കും. ഈ കളക്ട് ചെയ്യുന്ന ഈ ഒരു ഡസ്റ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ അകത്ത് സിങ്ക് ഉൾപ്പെട്ടിട്ടുള്ളൊരു സംഗതിയാണ്. അതിന് ഏകദേശം ഈ ഒരു പ്രൊസീജിയറിന്, ഈ ഒരു പൊല്യൂഷൻ കൺട്രോൾ സിസ്റ്റത്തിന് ഇറ്റ് വിൽ കോസ്റ്റ് എ ഹ്യൂജ് എമൗണ്ട്. അതിൻ്റെ ഫാദറിൻ്റെ വലിയൊരു നിർബന്ധമായിരുന്നു, ഇഫ് യു ആർ ഗോയിങ് ഫോർ എ അപ്ഗ്രേഡ് യു ഷുഡ് നോട്ട് മേക്ക് എനി പൊല്യൂഷൻ. പഴയ ഫാക്ടറിക്ക് പൊല്യൂഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഈ അപ്ഗ്രഡേഷൻ ചെയ്തതിൻ്റെ സമയത്ത് ഇതും കൂടി എൻ്റെ ഫാദറിൻ്റെ ഒരു നിർബന്ധമായിരുന്നു, പൊല്യൂഷൻ ഉണ്ടാകാൻ പാടില്ല. പൊല്യൂഷൻ ഇല്ലാത്ത രീതിയിൽ ഒരു ഗ്രീൻ പ്രൊഡക്ഷൻ, അത് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള മെറ്റീരിയൽ. അത് നമ്മുടെ കൺസൾട്ടൻറ്റിനോട് പ്രത്യേകം പറഞ്ഞിട്ടുള്ളൊരു, അതിന് എത്ര ചിലവായാലും ശരി നമ്മൾ ഇനിയൊരു പ്രൊഡക്ഷൻ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ അന്തരീക്ഷത്തിനെ അല്ലെങ്കിൽ ഒരു പൊല്യൂഷൻ ഫ്രീ കമ്പി ഉണ്ടാക്കിയാൽ മതി എന്നുള്ളത് എൻ്റെ ഫാദറിൻ്റെ ഒരു വിഷനായിരുന്നു. അത് നടന്നു. ഇപ്പം ഇത് പ്രചോദനമായിട്ട് പലവരും ഇന്ന് നമ്മളെ ഒരു ബെഞ്ച് മാർക്ക് ആക്കിയിട്ട് പലവരും അത് സ്റ്റാർട്ട് ചെയ്യാനും അത് നമ്മളും തന്നെ പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഈവൻ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ബാക്കിയുള്ളവർ ഇൻസിസ്റ്റ് ചെയ്യുന്നുണ്ട്, യു ഷുഡ് സീ ഹൗ കൈരളി ഈസ് ഡൂയിങ് സൂപ്പർ എന്നുള്ള രീതിയിൽ അവർ നമ്മുടെ എക്സാമ്പിൾ ആക്കിയിട്ട് എല്ലാവരോടും ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്യാനും വേണ്ടിയിട്ട്. ഇത് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ ഒരു ഇൻസിസ്റ്റോട് കൂടിയിട്ട് ചെയ്തതല്ല, നമ്മളായിട്ട് ഇനീഷ്യേറ്റീവ് എടുത്തിട്ട് നമ്മൾ ആ ഒരു 0 കാർബൺ എമിഷൻ എന്നുള്ള ആ ഒരു തോട്ടിൽ നമ്മൾ ചെയ്തത്. ഇപ്പം ഇതിൽ സിങ്ക് ഉണ്ടാവുന്നുണ്ടെന്ന് പറഞ്ഞു. ഇതിലെ പ്രോഡക്ട്സ് വേറെ എന്തെങ്കിലും ഉപയോഗിക്കുമോ? ഇത് ആക്ച്വലി ദിസ് ഇസ് ഗോയിങ് ഫോർ ഫെർട്ടിലൈസേഴ്സ് ഫാക്ടറി. അതായത് ഇതിൽ സിങ്ക് ഉള്ളത് കൊണ്ട് തന്നെ H2SO4 സൾഫ്യൂരിക് ആസിഡ് ഇതിൽ നമ്മൾ മിക്സ് ചെയ്താൽ സിങ്ക് സൾഫേറ്റ് വിച്ച് ഈസ് എ ഫെർട്ടിലൈസർ,
അവർ അങ്ങനത്തെ ഒരുപാട് കമ്പനികൾ. ഇത് നമ്മൾ ഈ ഡസ്റ്റ് നമ്മൾ ഇന്ന് വിൽക്കുന്നത് 35 rupees പ്ലസ് ടാക്സ്. അങ്ങനെ ഒരു പ്രൊഡക്റ്റ് സൈഡിൽ കൂടെ വരുന്നുണ്ട്. അങ്ങനെ ഒരു നമുക്കൊരു അതൊരു എക്സ്ട്രാ. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗവൺമെൻറ്റിനും വലിയൊരു ലാഭമാണ്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഞാൻ ഈ ഒരു പ്രോസസ്സ് തുടങ്ങിയിട്ടില്ല എന്ന് വയ്ക്കും, ഇതെന്താ ഉണ്ടാവുക, അന്തരീക്ഷത്തിലേക്ക് ഈ ഡസ്റ്റ് പോകുന്നു, പൊല്യൂഷൻ ആവുന്നു, ആർക്കും ഒരു ഗുണവുമില്ല. ഇത് ഞാൻ കളക്ട് ചെയ്തിട്ട് ഇത് ഞാൻ വിൽക്കുന്നുണ്ട്. ഇത് വിൽക്കുമ്പം എനിക്ക് 35 രൂപ എനിക്ക് കിട്ടുന്നുണ്ട്, അത് ശരി തന്നെയാണ്. പക്ഷേ പ്ലസ് ടാക്സ് എന്ന് പറയുന്ന ആ ടാക്സ് ഇല്ലേ, 35 പ്ലസ് 18% എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം 7 രൂപയായി ഓൾമോസ്റ്റ്. അത് ഗവൺമെന്റിന് ഫ്രീ ആയിട്ട് കിട്ടുകയാണ്, എക്സ്ട്രാ കിട്ടുകയാണല്ലോ ആക്ച്വലി. കറക്റ്റ് അല്ലേ? അത് ഞാൻ ആകാശത്തേക്ക് വിടേണ്ട സംഗതിയില്ലാതെ ബൈ പ്രൊഡക്റ്റ് ആയിട്ട് വരികയാണ്. അതെ, സൂപ്പർ. ഇപ്പോൾ അന്ന് ഐഡിയാസ് ആയിട്ട് വന്നു, വാപ്പനോട് പറഞ്ഞു നമുക്കൊന്ന് സ്റ്റാൻഡ് ഔട്ട് ചെയ്യണം, അങ്ങനെ വാൾ പെയിന്റിങ് ഐഡിയ പറഞ്ഞു. അന്ന് വാൾ പെയിന്റിങ് ട്രെൻഡായിരുന്നോ അന്ന്? അതെ, വാൾ പെയിന്റിങ് സമയമായിരുന്നു. എല്ലാ മതിലിലൊക്കെ മതിലും അന്ന് നമ്മുടെ ഹൈവേയുടെ പണികളൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒരുപാട് മതിലുകളും കാര്യങ്ങളും എല്ലാം ഉണ്ടായിരുന്നു. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ ബസ്സിൽ പോകുമ്പോഴേ കണ്ടിട്ടുണ്ടാവും കൈരളി TMT എഴുതി വെച്ച മതിലുകളൊക്കെ. അപ്പോൾ ഈ ഐഡിയ ആണോ വാപ്പാനോട് പറഞ്ഞത്? ആദ്യം വാൾ പെയിന്റിങ് ചെയ്യാം എന്നുള്ളൊരു ഉദ്ദേശത്തിലായിരുന്നു. അത് വർക്കായി. പിന്നെ ചാനൽസിലും പത്രങ്ങളിലൊക്കെ ആയിട്ട്, പിന്നെ സോഷ്യൽ മീഡിയ എല്ലാം. ലാലേട്ടൻ വന്നു കഴിഞ്ഞപ്പോൾ ബ്രാൻഡിന് കിട്ടിയ പുഷ് എന്താണ്? ലാലേട്ടൻ ആക്ച്വലി ലാലേട്ടനെ പോലത്തെ ഒരു വ്യക്തി ഒരു ബ്രാൻഡ് ചൂസ് ചെയ്യുമ്പം എന്തായാലും ആ ബ്രാൻഡിൻ്റെ ഒരു ക്വാളിറ്റിയും കൂടിയും ശ്രദ്ധിക്കും. നമ്മൾ ലാലേട്ടൻ വന്നപ്പം നമ്മളും തന്നെ കൂടുതൽ കോൺഷ്യസ് ആയി. ഓക്കെ. അതായത് നമ്മൾ ഇനി ക്വാളിറ്റീൻ്റെ കാര്യത്തിൽ ഒരു കോംപ്രമൈസും ചെയ്യാൻ പാടില്ല. അത് എന്ത് തന്നെ കോസ്റ്റ് വന്നാലും ശരി, ക്വാളിറ്റിയുടെ കാര്യത്തിൽ ഒരു കോംപ്രമൈസ് പാടില്ല എന്നുള്ളത് വളരെ നമ്മളും കോൺഷ്യസ് ആയി. അതുപോലെ തന്നെ ലാലേട്ടൻ വന്നപ്പം നമ്മുടെ ബ്രാൻഡ് ഒരുപാട് വിസിബിളായി, ആളുകൾക്ക് ഒരു കോൺഫിഡൻസ് ആയി. ആക്ച്വലി ലാലേട്ടനെ കൊണ്ടുവരാനുള്ള തീരുമാനം എങ്ങനെയായിരുന്നു? അപ്പോൾ ലാലേട്ടൻ എന്ന് പറയുന്ന അദ്ദേഹത്തെ നമ്മളൊരു ബ്രാൻഡ് അംബാസഡറായി കിട്ടുക എന്ന് പറയുന്നത് എല്ലാവരുടെയും ഒരു സ്വപ്നം ആണല്ലോ. സാധാരണ കോൺട്രാക്റ്റാണ് തീരുമാനിക്കുക ഏത് കമ്പി വേണമെന്ന്. അങ്ങനെ കോമൺ മാൻ വീട് വെക്കുമ്പോൾ ചിലപ്പോൾ കമ്പി ചോദിച്ചോളുന്നില്ല, വലിയ കൺസ്ട്രക്ഷൻസിന് ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഒരു കോമൺ മാൻ ഒരു കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യാൻ പ്ലാൻ ചെയ്യുമ്പോൾ അയാൾ ഈ TMT വാങ്ങാൻ ഉദ്ദേശിക്കുന്നുണ്ട്, എന്താ നോക്കണ്ടേ? ഒരു 3 ചെക്ക് പോയിന്റ്സ് പറയുകയാണെങ്കിൽ. ഒന്ന്, അവർ ആ ഒരു മെറ്റീരിയലിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണ് നടത്തുന്നത് എന്നുള്ളത് അദ്ദേഹം ചെക്ക് ചെയ്യണം. ഓക്കെ. അത് ജെന്യൂൻ ആണോ? അതായത് ഇപ്പം നമ്മുടെ മാർക്കറ്റിൽ ഒരുപാട് ഡ്യൂപ്ലിക്കേറ്റ് മെറ്റീരിയൽസ് ലഭ്യമായിട്ടുണ്ട്. അപ്പോൾ ബ്രാൻഡ് ഇന്നത് വാങ്ങാമെന്ന് തന്നെ പറയാല്ലേ കോൺട്രാക്ടറോട്? തീർച്ചയായിട്ടും. അതായത് ഇപ്പം ഒരാൾ കൈരളി TMT വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ്സ് എ ജെന്യൂൻ TMT. നേരെ മറിച്ച് മാർക്കറ്റിൽ ഒരുപാട് കമ്പികൾ ഇന്ന് അവൈലബിൾ ആണ്. ഇന്നിപ്പം ഞാൻ ഇതിന് മുന്നേ പറഞ്ഞിട്ടുണ്ട്, ഇപ്പം ട്രാഫിക് വേണമെങ്കിൽ നാളെ എന്ത് മെറ്റീരിയൽ വേണമെങ്കിലും നമുക്ക് മാർക്കറ്റിലേക്ക് നമുക്ക് ഇറക്കാൻ പറ്റും ബ്രാൻഡ് ചെയ്തിട്ട്. പക്ഷേ അതിന് ക്വാളിറ്റി ഉണ്ടോ, അത് കറക്റ്റ് മെത്തേഡിൽ കൂടിയാണോ പ്രൊഡക്ഷൻ നടത്തിയിരിക്കുന്നത്, അല്ലെങ്കിൽ അതിന് കമ്പിയുടെ മുകളിൽ നമുക്ക് 550 വെക്കാം, ISI മാർക്ക് വെക്കാം, 550D വെക്കാം, എന്ത് വേണമെങ്കിലും വെക്കാം. പക്ഷേ ഇത് ഒരു കമ്പി വാങ്ങാൻ പോകുന്ന ഒരാൾ ഇത് ചിലപ്പം ഒരു കെമിസ്ട്രി ലാബിലോ അല്ലെങ്കിൽ അതിൻ്റെ ഫിസിക്കൽ ടെസ്റ്റോ കെമിക്കൽ ടെസ്റ്റോ മെക്കാനിക്കൽ ടെസ്റ്റോ ഒന്നും നടത്തുന്നില്ല. ഒരുപാട് ടെസ്റ്റ് ഉണ്ട് കമ്പിക്ക്, ഇത്തരത്തിലുള്ള ടെസ്റ്റുകളൊന്നും നടത്തുന്നില്ല. അയാൾ കമ്പിയുടെ മുകളിൽ 550D ഉണ്ടോ ISI മാർക്ക് ഉണ്ടോ എന്നുള്ളത് മാത്രമേ നോക്കുന്നുള്ളൂ. ടെസ്റ്റ് ചെയ്യുന്നില്ല. അല്ലാതെ അത് ഒട്ടുമിക്ക പേരും ടെസ്റ്റ് ചെയ്യുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലായി. ടെസ്റ്റ് ചെയ്യുന്നവരും ഉണ്ട്, ഒട്ടുമിക്ക പേരും ടെസ്റ്റ് ചെയ്യുന്നില്ല. ഇപ്പോൾ ഒരു വീടുണ്ടാക്കുന്ന ഒരാൾ പോയിട്ട് ഇത് ടെസ്റ്റ് ചെയ്യാൻ തന്നെ വലിയ പൈസയാണ്, ടെസ്റ്റ് ചെയ്യുന്നില്ല. പക്ഷേ അവിടെ നിങ്ങൾ പോയിട്ട് റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഒരു മെറ്റീരിയൽ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ഇവിടുത്തെ BISൻ്റെ ജൂറിസ്ഡിക്ഷനിൽ വരുന്ന മെറ്റീരിയലുകളെ കേരളത്തിൽ ടെസ്റ്റ് ചെയ്യാറുള്ളൂ. പുറമേ നിന്ന് വരുന്നുള്ള മെറ്റീരിയലുകളൊക്കെ ഇവിടെ ടെസ്റ്റ് ചെയ്യാൻ നമ്മുടെ ഇവിടുത്തെ BIS ജൂറിസ്ഡിക്ഷന് അനുമതിയില്ല. അതായത് ഇപ്പം തമിഴ്നാട്ടിൽ ഇപ്പോൾ ഗോവയിൽ ഉണ്ടാക്കുന്ന ഒരു കമ്പിയാണെന്ന് വിചാരിക്കുക, അത് ഗോവയിലുള്ള BISകാരാണ് ടെസ്റ്റ് ചെയ്യേണ്ടത്. ഇപ്പം അവിടെ ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയൽ ഇങ്ങോട്ടേക്ക് പുഷ് ചെയ്തിട്ട് ക്വാളിറ്റി ഉള്ള മെറ്റീരിയൽ ചിലപ്പോൾ അവരവിടെ വിൽക്കുന്നുണ്ടാവും. ആ ക്വാളിറ്റി ഇല്ലാത്ത മെറ്റീരിയലായിരിക്കും ചിലപ്പോൾ ഇവിടുത്തെ ഉപഭോക്താവ് മേടിക്കുന്നത്.
അവിടെ പറ്റിക്കപ്പെടുന്ന ഉപഭോക്താവാണ് ആക്ച്വലി. അപ്പം ആ ഒരു റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേമുകളിൽ നിന്ന് മെറ്റീരിയൽ മേടിക്കുന്നത് സേഫ് അതാണ്. അതാണ്. ഇപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് ഇപ്പം ചില കൺസ്ട്രക്ഷന് വേണ്ടി ഉപയോഗിച്ച് കഴിയുമ്പോൾ നമുക്ക് ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരിക്കും. അങ്ങനെ നമ്മുടെ TMT പോയേക്കുന്ന പ്രൗഡ് മൊമെൻറ്റ് ഏതെങ്കിലും പറയാനുണ്ടോ? ഒരുപാട് കേരളത്തിലുള്ള ഒട്ടുമിക്ക ബിൽഡേഴ്സിൻ്റെയും അതുപോലെ തന്നെ മെട്രോയിലുണ്ട്, കൊച്ചി മെട്രോയിൽ നമ്മൾ സപ്ലൈ ചെയ്തിട്ടുണ്ട്. കേരള TMT ഉണ്ട്. ഓ, പിന്നെ ULCCയുടെ ഒരുപാട് പ്രൊജക്ട്സിലേക്ക്, ഹൈവേസിൻ്റെ പ്രൊജക്ട്സിലേക്ക് ഒക്കെ നമ്മുടെ മെറ്റീരിയൽ പോയിട്ടുണ്ട്. അപ്പോൾ ഇത് ഒരുപാട് ബ്രാൻഡുകളെ ഇതിലേക്ക് ക്ഷണിക്കുമോ, അങ്ങനെയാണോ, അതോ ഒറ്റ ബ്രാൻഡാണ് ഉപയോഗിക്കുക? ഇപ്പോൾ ഹൈവേ ഒരുപാട് ബ്രാൻഡ്സ് ഉണ്ടല്ലോ. ഇപ്പം മെയിൻലി യൂസ് ചെയ്തിരിക്കുന്നത് JSW, ടാറ്റ, വൈശാഖ്, കൈരളി, ജിൻഡാൾ, ഇത്തരത്തിലുള്ള മെറ്റീരിയലുകളൊക്കെ ആയിരിക്കും യൂസ് ചെയ്തിട്ടുണ്ടാവുക. അവർ പ്രൈസിനനുസരിച്ചിട്ടായിരിക്കും. അവിടെയും കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. അപ്പം ഏത് പ്രൈസാണോ, അപ്പം പക്ഷേ എന്നിരുന്നാലും അവർ ഇത്തരത്തിലുള്ള മെറ്റീരിയലുകളെ അവർ ചൂസ് ചെയ്യാറുള്ളൂ ആക്ച്വലി. ഇനി ബിസിനസ്സുകാർക്ക് വേണ്ടിയിട്ടുള്ള ചില ചോദ്യങ്ങളാണ്. ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നവർക്ക് ബിസിനസ്സിൽ ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യം ചോദിച്ചാൽ എന്ത് പറയും? ഒരാളോട് ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അത് തന്നെ ഫോളോ ചെയ്യണം. അതുപോലെ തന്നെ വാക്ക് പാലിക്കണം. പിന്നെ എപ്പോഴും എൻ്റെ വാപ്പ പറയൽ വളരെ വളരെ കൊളോക്കിയലായിട്ടാണ് പറയില്ല. അതായത് ഒരു സാധാരണ ഒരു തൂക്കി കൊടുക്കുന്ന കച്ചവടക്കാരൻ്റെ ഭാഷയിലാണ് പറയാറ്. തൂക്കത്തിൽ കൃത്രിമം കാണിക്കാൻ പാടില്ല എന്നുള്ളത്. അതായത് കള്ളത്തരം കാണിക്കാൻ പാടില്ല എന്നുള്ള ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടല്ലോ, അത് എപ്പോഴും, അതായത് നമുക്ക് അർഹതപ്പെട്ടതേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ, വാങ്ങാനും പാടുള്ളൂ, തിന്നാനും പാടുള്ളൂ എന്നുള്ളതാണ്. സൂപ്പർ. പരസ്യം ചെയ്യണോ? നമ്മുടെ മെറ്റീരിയലിന് പരസ്യം ചെയ്യാനുള്ള ക്വാളിറ്റി, നമുക്കതിനുള്ള കപ്പാസിറ്റി ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പരസ്യം ചെയ്യണം. ചെയ്യാവുന്നതാണ്. ഞാൻ പറഞ്ഞ മാതിരി ക്വാളിറ്റി, കപ്പാസിറ്റി, ഇത് രണ്ടും വളരെ നിർബന്ധമാണ്. നമ്മൾ ഇപ്പം ഒരു മെറ്റീരിയലിന്, ഇപ്പം എൻ്റെ മെറ്റീരിയൽ ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ അത് ഞാൻ പരസ്യം ചെയ്താൽ തീർച്ചയായിട്ടും ആളുകൾ മേടിക്കും. ആദ്യത്തെ ഒരു പ്രാവശ്യം മേടിക്കുള്ളൂ. ആ മെറ്റീരിയലിന് ക്വാളിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ പ്രാവശ്യം നമ്മൾ ഈ പരസ്യം ചെയ്തത് കംപ്ലീറ്റ് വേസ്റ്റാണ് ആക്ച്വലി. നമ്മൾ എത്രത്തോളം പരസ്യം, ഇപ്പോൾ മോഹൻലാലല്ല, ആര് തന്നെ വന്നാലും നമ്മൾ എത്ര പരസ്യം ചെയ്താലും നമുക്കത് നെഗറ്റീവ് ആകുള്ളൂ. ഫ്യൂച്ചർ പ്ലാൻസ് എന്താണെന്ന് വെച്ചാൽ എന്ത് പറയും? ഞങ്ങൾ ആക്ച്വലി ബാക്ക്വേർഡ് ഇൻ്റഗ്രേഷനാണ് എപ്പോഴും പ്ലാൻ ചെയ്യാറുള്ളത്. എന്ന് വെച്ചാൽ, അതായത് ഇപ്പം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ റോ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഈ ബില്ലറ്റ്സ് കാര്യങ്ങൾ, ഇതൊക്കെ നമ്മൾ ഓൺ ആയിട്ട് നമ്മൾ തന്നെ ഇപ്പം 100% വി ആർ സ്റ്റാർട്ടിങ് ഫ്രം ദ ബേസിക് റോ മെറ്റീരിയൽ. പണ്ടൊക്കെ അല്ലെങ്കിൽ ബാക്കിയുള്ളവരൊക്കെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദേ ആർ ബൈയിങ് ദി ഇൻ്റർമീഡിയറ്റ് റോ മെറ്റീരിയൽ. അപ്പം ഞങ്ങൾ ബേസിക് റോ, അപ്പം ഞാൻ ഈ ബേസിക് റോ മെറ്റീരിയലിൽ നിന്നും ഈ ഇൻ്റർമീഡിയറ്റ് റോ മെറ്റീരിയൽ മേടിക്കുന്നത് നമ്മൾ തന്നെ പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങി. അതുകൊണ്ട് തന്നെ നമുക്ക് ക്വാളിറ്റി കൺസിസ്റ്റൻസി ഇപ്പം കിട്ടി തുടങ്ങി. അതുപോലെ തന്നെയാണ് ഒരു സ്റ്റീൽ കമ്പനിയിൽ അതിൻ്റെ ഒരു റോ മെറ്റീരിയലാണ് പവർ എന്ന് പറയുന്നത്, കറണ്ട്, ഇലക്ട്രിസിറ്റി. അപ്പം വി ആർ ഗോയിങ് ഫോർ ന്യൂ റിന്യൂവബിൾ എനർജി, സോളാർ, ഹൈഡൽ ആൻഡ് വിൻഡ്, ഓൾ ത്രീ. അതാണ് ഇപ്പോൾ ഉള്ള പ്ലാൻ, നെക്സ്റ്റ് പ്ലാൻ. സൂപ്പർ. എൻ്റെ ഒരു കോമൺ മാൻ ക്വസ്റ്റ്യൻ ആണ്, ഈ ബേസിക് സാധനം ഉണ്ടല്ലോ, റോ മെറ്റീരിയൽ, ഇരുമ്പ് കമ്പി ഉണ്ടാക്കാനുള്ള റോ മെറ്റീരിയൽ, ഇരുമ്പ് എവിടെ നിന്നാണ് വരുന്നത്? നമുക്ക് മെയിനായിട്ട് ബെല്ലാരി എന്നാണ്. മെയിനായിട്ട് നമുക്ക് മൈൻ ചെയ്യുന്നതാണോ? മൈനിങ് ഇല്ല, നമ്മൾ മൈൻ ചെയ്യുന്നവരുടെ അടുത്ത് നിന്ന് പ്രോസസ്സ് ചെയ്തിട്ട് മേടിക്കും. ഈ ഇരുമ്പ് എന്തായിട്ടാണ് വരുന്നത്? സ്പോഞ്ച് ചെയ്യാനായിട്ടാണ് വരുന്നത്. അതിനാണ് അതായത് മൈൻ ചെയ്യുന്നവർ ശരിക്കും മണ്ണെടുത്ത് അതിൽ ഒരുപാട് പ്രോസസ്സ് ഉണ്ട്. അതായത് ഈ ഹെമറ്റൈറ്റ് ആണത് ആക്ച്വലി, അയണോർ എന്ന് പറയുന്നത് ഹെമറ്റൈറ്റ്. ഇതിൽ ഒരു 20% Fe, അതായത് അയൺ കണ്ടന്റ് ഉണ്ടാവുള്ളൂ. ബാക്കി 80% ഇമ്പ്യൂരിറ്റീസ് ആയിരിക്കും. അത് സൈക്കിൾ ചെയ്ത് അതൊരു 60-40 ആവും. അത് വീണ്ടും റീസൈക്കിൾ ചെയ്ത് ഒരു 80-20 ആവും. അതായത് 80 Fe, 20% ഇമ്പ്യൂരിറ്റി. Fe എന്ന് പറയുമ്പോൾ ഇരുമ്പ്, ഫെറസ്. അത് നമ്മൾ മേടിച്ച് അത് നമ്മുടെ കമ്പനിയിൽ വന്നിട്ട് പിന്നെയും പ്യൂരിഫിക്കേഷൻ നടത്തിയിട്ടാണ് നമ്മൾ TMTയിലേക്ക് വരുന്നത്. സൂപ്പർ. അത് പിന്നെ 99.9% Fe ആയിട്ട് മാറും. ബിസിനസ് തുടങ്ങാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ ബിസിനസ്സിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന
പറയാനുള്ളത്? നമ്മൾ ഉം. പൊട്ടിപ്പോകുമോ, ഉം. ആളുകൾക്കും അങ്ങനത്തെ ഒരു ഡബിൾ, ഏതൊരു ബിസിനസ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിലും ഉം. ആ ഒരു ബിസിനസ് സക്സസ്ഫുൾ ആകും. ഉം. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അയാളുടെ 100% മൈൻഡും കോൺസെൻട്രേഷനും ആ ഒരു അതെ ആ ഒരു അതിനെക്കുറിച്ചിട്ടുള്ള ഒരു തിങ്കിങ്ങും അതിനെക്കുറിച്ചിട്ടുള്ള അത് നമ്മുടെ 100% എഫേർട്ട് ആ ഒരു ബിസിനസ്സിന് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏതൊരു ബിസിനസ്സും ഫെയിലിയർ ആകാൻ ചാൻസ് വളരെ 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 കുറവാണ്. സൂപ്പർ. താങ്ക് യു ഉമയൂൺ. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു. താങ്ക് യു.